ഒന്നാമത്തെ ചോദ്യം, രാത്രി വൈകി ഭക്ഷണം കഴിച്ചാൽ ശരീരത്തിന് എന്ത് സംഭവിക്കും? ഓപ്ഷൻസ്: എ. ദഹനം വേഗത്തിലാകും. ബി. മെറ്റബോളിസം മന്ദഗതിയിലാവുകയും കൊഴുപ്പ് അടിഞ്ഞുകൂടുകയും ചെയ്യും. സി. ഉറക്കം സുഖകരമാകും. ഡി. രക്തത്തിലെ പഞ്ചസാര കുറയും. ശരിയായ ഉത്തരം ബി. മെറ്റബോളിസം മന്ദഗതിയിലാവുകയും കൊഴുപ്പ് അടിഞ്ഞുകൂടുകയും ചെയ്യും. രാത്രി സമയത്ത് ശരീരത്തിന്റെ മെറ്റബോളിസം സ്വാഭാവികമായും പതുക്കെയാണ് പ്രവർത്തിക്കുന്നത്. ഈ സമയത്ത് കഴിക്കുന്ന ഭക്ഷണം ഊർജ്ജമാക്കി മാറ്റുന്നതിനു പകരം കൊഴുപ്പായി ശരീരത്തിൽ അടിഞ്ഞുകൂടാൻ സാധ്യത കൂടുതലാണ്. രണ്ടാമത്തെ ചോദ്യം, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ശുദ്ധജലമുള്ള തടാകം ഏതാണ്? ഓപ്ഷൻസ്: എ. കാസ്പിയൻ കടൽ. ബി. ബൈക്കാൽ തടാകം. സി. സുപ്പീരിയർ തടാകം. ഡി. വൂളർ തടാകം. ശരിയായ ഉത്തരം ബി. ബൈക്കാൽ തടാകം, റഷ്യ. റഷ്യയിലെ സൈബീരിയയിൽ സ്ഥിതി ചെയ്യുന്ന ബൈക്കാൽ തടാകമാണ് ലോകത്തിലെ ഏറ്റവും ആഴമേറിയതും ഏറ്റവും കൂടുതൽ ശുദ്ധജലം ഉൾക്കൊള്ളുന്നതുമായ തടാകം. ലോകത്തിലെ ആകെ ശുദ്ധജലത്തിന്റെ 20% ഇതിലുണ്ട്. മൂന്നാമത്തെ ചോദ്യം, മൊബൈൽ ഫോൺ ചാർജിംഗ് 100% പ്ലഗിൽ തന്നെ വെച്ചാൽ എന്ത് സംഭവിക്കും? ഓപ്ഷൻസ്: എ. ഫോൺ പൊട്ടിത്തെറിക്കും. ബി. ബാറ്ററിയുടെ ആയുസ് ക്രമേണ കുറയും. സി. കറന്റ് ബില്ല് കൂടും. ഡി. യാതൊരു കുഴപ്പവുമില്ല. ശരിയായ ഉത്തരം ബി. ബാറ്ററിയുടെ ആയുസ് ക്രമേണ കുറയും. ഇന്നത്തെ സ്മാർട്ട്ഫോണുകളിൽ ഓട്ടോ കട്ട് ഓഫ് സംവിധാനമുണ്ടെങ്കിലും 100% എത്തിയ ശേഷവും ചാർജറിൽ തന്നെ തുടർച്ചയായി വെക്കുന്നത് ബാറ്ററിയിൽ ഉയർന്ന വോൾട്ടേജ് സമ്മർദ്ദം ചെലുത്തുകയും ബാറ്ററിയുടെ മൊത്തത്തിലുള്ള ആയുസ് കുറയ്ക്കുകയും ചെയ്യും. നാലാമത്തെ ചോദ്യം, ഉറങ്ങുമ്പോൾ ഒരു കണ്ണ് തുറന്നു കിടന്ന് വിശ്രമിക്കുന്ന ജീവി ഏതാണ്? ഓപ്ഷൻസ്: എ. ആന. ബി. ഡോൾഫിൻ. സി. കുതിര. ഡി. പൂച്ച. ശരിയായ ഉത്തരം ബി. ഡോൾഫിൻ. ഡോൾഫിനുകൾക്ക് ശ്വാസോച്ഛ്വാസം നടത്താൻ ഇടയ്ക്കിടെ ജലോപരിതലത്തിൽ വരേണ്ടതുണ്ട്. അതിനാൽ ഉറങ്ങുമ്പോൾ തലച്ചോറിന്റെ ഒരു ഭാഗം മാത്രം വിശ്രമിക്കുകയും മറുഭാഗം ഉണർന്നിരുന്ന് ഒരു കണ്ണ് തുറന്നു കിടന്ന് ശത്രുക്കളെ നിരീക്ഷിക്കുകയും ചെയ്യും. അഞ്ചാമത്തെ ചോദ്യം, തണുത്ത വെള്ളം കൊണ്ട് തലമുടി കഴുകിയാൽ എന്ത് ഗുണമാണ് ലഭിക്കുന്നത്? ഓപ്ഷൻസ്: എ. മുടി വേഗത്തിൽ വളരും. ബി. മുടി കൊഴിച്ചിൽ കുറയുകയും തിളക്കം കൂടുകയും ചെയ്യും. സി. താരൻ പൂർണ്ണമായി മാറും. ഡി. നരച്ച മുടി കറുപ്പാകും. ശരിയായ ഉത്തരം ബി. മുടി കൊഴിച്ചിൽ കുറയുകയും തിളക്കം കൂടുകയും ചെയ്യും. ചൂടുവെള്ളം തലമുടിയിലെ സ്വാഭാവിക എണ്ണമയം നീക്കം ചെയ്യുമ്പോൾ തണുത്ത വെള്ളം മുടിയുടെ വേരുകളിലെ സുഷിരങ്ങളെ അടയ്ക്കുകയും ഈർപ്പം നിലനിർത്തി മുടികൊഴിച്ചിൽ തടയാനും തിളക്കം കൂട്ടാനും സഹായിക്കും.